ഒഴിവുള്ള ഒരു ദിവസം ഒരു സാഹസിക വിനോദസഞ്ചാരമാകാം എന്ന് കരുതി നമ്മൾ പോകാറുണ്ടല്ലേ. ഇടുക്കിയിലേക്കാണ് പലരും ഇവിടെ അടുത്ത് പോകുന്നത്. എന്നാൽ ഒരു കാര്യം അറിയൂ, ഇടുക്കിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയാണ്. 25 കേന്ദ്രങ്ങളിൽ 4 എണ്ണത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. പരിശോധനയ്ക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ജില്ലാ കളക്ടർ നിയോഗിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കും. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ ലഭിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, അന്ന് നമ്മൾ ഈ സ്കൈ ഡൈനിങ്ങിന്റെ വാർത്തയൊക്കെ മണിക്കൂറുകളോളം റിപ്പോർട്ട് ചെയ്തതാണ്. ആളുകൾ അതിൽ കുടുങ്ങിക്കിടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നിരവധി സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട് ഇടുക്കിയിൽ. അതിൽ പലതിനും ഏതാണ്ട് ഭൂരിഭാഗത്തിനും അനുമതിയില്ല എന്നതാണോ പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും വിനീത, അന്ന് ആനച്ചാലിലെ സ്കൈ ഡൈനിങ് കേന്ദ്രത്തിൽ ആളുകൾ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അവരെ സുരക്ഷിതമായി താഴെ ഇറക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു അപകടമാണ് ഈ പരിശോധനയ്ക്ക് കാരണമായി വന്നത്. അന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ജില്ലാ കളക്ടർ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി ഉത്തരവ് ഇടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 25 സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ 21 കേന്ദ്രങ്ങളും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ലൈസൻസും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങും അതുകൂടാതെ ഗ്ലാസ് ബ്രിഡ്ജും ഉൾപ്പെടെ 21 സാഹസിക വിനോദ കേന്ദ്രങ്ങളാണ് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഒരു കാര്യമാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം ഇത് അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിനീത സൂചിപ്പിച്ച പോലെ തന്നെ 2-3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പുറത്തുനിന്നുള്ള ആളുകൾ ഇപ്പോഴും ഈ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം എന്നതാണ്. നിരവധി ആളുകൾ വരുന്ന ഒരു സമയം കൂടിയാണല്ലോ. വിനീത, നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ആനച്ചാലിലെ സ്കൈ ഡൈനിങ് കേന്ദ്രവും ഗ്ലാസ് ബ്രിഡ്ജും ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥാപനങ്ങളോട് താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിനുശേഷം അവർക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ ഒരു നിശ്ചിത സമയം നൽകും. ആ സമയത്തിനുള്ളിൽ അവർക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. കാരണം അന്ന് സ്കൈ ഡൈനിങ്ങിൽ ആവശ്യമായ രേഖകളില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാസങ്ങളായി അത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കൃത്യമായ രേഖകളില്ലാത്ത ഒരു സ്ഥാപനങ്ങളോടും തുറന്ന് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിന് കാരണം നിരവധി ആളുകൾ, ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവരുടെ ജീവന സുരക്ഷ ഒരുക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പൂട്ടിടാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. വിനീത, ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.